ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയുടെ അടുത്ത ഒരു കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ 23-ാമത്തെ കഥയാണ്. കഥയുടെ പേര് സൃഷ്ടിയുടെ പുതിയ മുഖം. മനസ്സ് പരിശുദ്ധമായപ്പോൾ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി ആരംഭിച്ചു. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നീ 4 പേർ ജന്മമെടുത്തു. അവർ ആത്മധ്യാനപരന്മാരും നിത്യബ്രഹ്മചാരികളായ മുനിശ്രേഷ്ഠന്മാരുമായിരുന്നു. പുത്രന്മാരെ, പ്രജകളെ സൃഷ്ടിക്കുക, ബ്രഹ്മാവ് സനകാദികളോട് ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ ആജ്ഞ മക്കൾക്ക് പിടിച്ചില്ല. പരമഭക്തരായ അവർ ആ കൽപ്പന നിരസിച്ചു. ബ്രഹ്മാവ് ഞെട്ടി, ധിക്കാരം ഇത്രയ്ക്കായോ? മക്കൾ തന്നെ ആദരിക്കാത്തതിൽ പിതാവ് രോഷാകുലനായി വിറച്ചു. രോഷം സഹിക്കാൻ കഴിയുന്നതിലും ഏറെയായപ്പോൾ പ്രജാപതിയുടെ നിയന്ത്രണം കൈവിട്ടു. നീലലോഹിത വർണ്ണമുള്ള ഒരു കുമാരനായി കോപം ബ്രഹ്മാവിൻ്റെ ഭൂമധ്യത്തിൽ നിന്നും പുറത്തു വന്നു. ഹേ സൃഷ്ടികർത്താവേ, നാമങ്ങളും സ്ഥാനങ്ങളും തരിക. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ മുമ്പിലേക്ക് കുതിച്ചു. നിലവിളിക്കേണ്ട, എല്ലാം ചെയ്തു തരാം. ഭഗവാന്റെ പ്രേരണ അനുസരിച്ച് ബ്രഹ്മാവ് ബാലനെ സമാധാനിപ്പിച്ചു. കുട്ടിക്ക് രുദ്രൻ എന്ന് പേരിട്ടു. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, പഞ്ചഭൂതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നിങ്ങനെ 11 സ്ഥാനങ്ങളും മഹാൻ, ശിവൻ, ഹൃദധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നീ പേരുകളും രൂപങ്ങളും ധി, വൃത്തി, ഉഷനി, ഉമ, നിയുത്സ, കൃപി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ എന്നീ സ്ത്രീകളെ ഭാര്യമാരായി കൽപ്പിച്ചും സൃഷ്ടി ചെയ്യുവാൻ ഏൽപ്പിച്ചു. നീലലോഹിതൻ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങി തനിക്ക് തുല്യരായവരെ സൃഷ്ടിച്ചു. രുദ്രന്മാരുടെ സമൂഹം പെട്ടെന്ന് വളർന്നു വലുതായി. ദിവസങ്ങൾക്കുള്ളിൽ രുദ്രഗണങ്ങൾ 3 ലോകത്തും നിറഞ്ഞു. ലോകം മുഴുവൻ ഗ്രസിക്കാൻ കഴിവുള്ള രുദ്രന്മാരെ കണ്ടപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഭയം വർദ്ധിച്ചു. നിർത്തൂ, പ്രജാസൃഷ്ടി ചെയ്യരുത്. ലോകനന്മയ്ക്കു വേണ്ടി തപസ്സു ചെയ്യൂ, ബ്രഹ്മാവ് രുദ്രന്മാരോട് കൽപ്പിച്ചു. ഭഗവാൻ ജ്യോതിസ്വരൂപനാണ്, ഇന്ദ്രിയാതീതനാണ്, സർവേശ്വരനാണ്. തപസ്സുകൊണ്ട് മാത്രമേ അദ്ദേഹത്തെ പ്രാപിക്കാനാകൂ. തപസ്സുകൊണ്ട് സർവ്വ പ്രാണികൾക്കും സുഖമരുളുവാൻ കഴിയും. മുമ്പ് ചെയ്തിരുന്ന പോലെ മാത്രം സൃഷ്ടി ചെയ്യുക. അങ്ങനെ തന്നെ രുദ്രൻ പിതാവിനെ അനുസരിച്ച് ഉറച്ചു. പ്രദക്ഷിണം വെച്ച് വന്ദിച്ച് വനത്തിലേക്ക് പ്രവേശിച്ചു. ബ്രഹ്മഹൃദയത്തിൽ ഭഗവാൻ ബ്രഹ്മരൂപത്തിലും വിവിധ ദേവതാരൂപങ്ങളിലും പ്രകാശിക്കുന്നു. ആയുർവേദം, ധനുർവേദം, സംഗീതശാസ്ത്രം, തച്ചുശാസ്ത്രം എന്നിവ ബ്രഹ്മാവ് പൂർവാദിമുഖങ്ങൾ കൊണ്ട് യഥാക്രമം സൃഷ്ടിച്ചു. വിദ്യ, ദാനം, തപസ്, സത്യം എന്നീ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാകുന്നു. അതുപോലെ തന്നെയാണ് 4 ആശ്രമങ്ങളുടെ സൃഷ്ടിയും. അകാരാദിസ്വരങ്ങൾ ശരീരവും കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ ബ്രഹ്മാവിൻ്റെ ജീവനും ആകുന്നു. യ, ര, ല, വ അക്ഷരങ്ങൾ ബലവും ശ, ഷ, സ, ഹ ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളും ആണ്. സപ്തസ്വരങ്ങൾ പ്രജാപതിയുടെ വിഹാര നിമിത്തങ്ങളാണ്. എത്ര ശ്രമിച്ചിട്ടും സൃഷ്ടി വർദ്ധിക്കുന്നില്ല. പ്രജകൾ വർദ്ധിക്കാത്തതിൻ്റെ കാരണം തിരിച്ചറിയുവാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബ്രഹ്മാവും സൃഷ്ടിക്ക് പുതിയൊരു രൂപം നൽകി. ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പകുത്തു. അതിലൊന്ന് പുരുഷൻ, മറ്റേത് സ്ത്രീ. സ്വയം പ്രകാശജ്ഞാനത്തോടുകൂടിയ പുരുഷൻ സ്വയംഭൂമനുവും സ്ത്രീ ശതരൂപയും ആകുന്നു. 2 പേരും ഭാര്യാഭർത്തക്കന്മാരായി തീർന്നു. അന്നു മുതൽ സ്ത്രീ പുരുഷബന്ധത്തിലൂടെ പ്രജകൾ വർദ്ധിക്കുവാൻ ആരംഭിച്ചു. അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവർ യഥാക്രമം പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്നിവരാകുന്നു. ആഹൂതിയെ രുചിയും ദേവഹൂതിയെ കർദമനും പ്രസൂതിയെ ദക്ഷനും വിവാഹം ചെയ്തു. അവരുടെ സന്താന പരമ്പരകൾ ലോകമെമ്പാടും നിറഞ്ഞു. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വേറൊരു കഥയുമായിട്ട് വരാം. ഹരേ കൃഷ്ണ. എല്ലാവരും രാമായണ മാസമൊക്കെ നന്നായി കൊണ്ടാടുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും രാമായണം വീട്ടിൽ വായിക്കണം.
നമ്മുടെ കുട്ടികൾക്കും അതിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒരു ആൾക്കെങ്കിലും നമ്മൾ അറിയാത്ത ഒരാൾക്ക്, ഇതിൽ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ കഥയും കേൾക്കുക. ഹരേ കൃഷ്ണ.